ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 10-ാം അധ്യായമാണ് നാം ഇന്ന് പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ടാമത്തെ സപ്തഗണമായ കാഹളങ്ങളുടെ സപ്തഗണങ്ങളുടെ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഈ 7 കാഹളങ്ങളുടെ ആ ശബ്ദത്തിന് ശേഷം ഉയരുന്ന ഒരു സ്വർഗീയ ശബ്ദം, അതാണ് 10-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുക. പക്ഷേ ഇവ തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. കാഹളങ്ങളുടെ ആ മുഴക്കത്തിന് ശേഷം ഭീകരദൃശ്യമാണ് കാണുന്നതെങ്കിൽ ഇവിടെ വ്യത്യസ്തമായ സ്വർഗീയ ദൃശ്യമാണ് നമ്മൾ കാണുക. യോഹന്നാൻ്റെ ആ വിവരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ചില വിവരണങ്ങൾ, ഭൗമിക തലത്തിലുള്ള ചില വിവരണങ്ങൾ തീരുമ്പോഴേക്കും യോഹന്നാൻ നമ്മെ പെട്ടെന്ന് വേറൊരു തലത്തിലേക്ക്, സ്വർഗീയ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഇത് ആരാധന സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അപ്പോക്കലിപ്റ്റിക് വിവരണങ്ങൾക്കിടയ്ക്ക് ഗ്രന്ഥകാരൻ ചേർക്കുന്ന ചില പ്രത്യേക സ്വർഗീയ വിവരണങ്ങൾ, അത് ആരാധന സമൂഹത്തിന് നൽകുന്ന ഉൾക്കാഴ്ചയും അവർക്ക് തങ്ങളുടെ ആ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു അവസരവുമാണ്. അപ്പോൾ ഈ ഇടവേളകൾ ആരാധന സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. നമ്മൾ 6 കാഹളങ്ങളുടെ ആ വിവരണത്തിന് ശേഷം അവസാനം നമ്മൾ കണ്ടു, ഭൂവാസികൾ അനുതപിക്കുന്നില്ല. ഇപ്പം നമ്മുടെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യം, ഇനി എന്ത്? അവരൊക്കെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണോ? ദൈവത്തിൻ്റെ രക്ഷാകര സന്ദേശം ഈ ആരാധന സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണോ? ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ സർവരും തന്നിലേക്ക് വരണം എന്നുള്ള ആ വലിയൊരു പദ്ധതി, അത് എപ്രകാരമാണ് അത് യാഥാർത്ഥ്യമാകുക? ഈ കാഹളങ്ങളുടെ വിവരണത്തിനിടയ്ക്ക് നമ്മൾ കണ്ടു, ആ ഭീകര ദൃശ്യങ്ങൾക്ക് ശേഷം, ആ ഭീകരമായിട്ടുള്ള ആ ശിക്ഷകൾക്ക് ശേഷം ഈ ഭൂവാസികൾ ഒന്നും തന്നെ അനുദപിക്കുവാൻ കൂട്ടാക്കുന്നില്ല, തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ശിക്ഷകൾ വഴിയായിട്ട് ആരെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ കാണുന്നു. കാരണം പഴയ നിയമത്തിലെ പുറപ്പാട് കഥയിലും കണ്ടത് ഇതൊക്കെ തന്നെയാണ്. എന്തുമാത്രം ശിക്ഷകൾ വന്നാലും, ബാധകൾ വന്നാലും ഫറവോ തൻ്റെ ഹൃദയം കഠിനമാക്കുന്നതേയുള്ളൂ. അപ്പോൾ ഈ ശിക്ഷകൾ മാനസാന്തരത്തിലേക്ക് നയിക്കുകയില്ല എങ്കിൽ എപ്രകാരമാണ് ഇവരൊക്കെ ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? അപ്പോൾ ഈ ഭൂവാസികൾക്ക് ലഭിക്കേണ്ട ആ രക്ഷ, അപ്പോൾ അതിനുള്ള മാർഗമാണ് ഇനി ഈ 10-ാമത്തെ അധ്യായം മുതൽ നമ്മുടെ മുന്നിൽ തുറന്ന് വയ്ക്കുന്നത്. ദൈവജനത്തിൻ്റെ ഇടപെടൽ വഴി മാത്രമേ ഇനി ഈ ഭൂമുഖത്ത് ഭൂവാസികളെ നമുക്ക് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇവരെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യം തന്നെയാണ്. അപ്പോൾ ഈ ആശകളാണ് ഇനി 10-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുക. ഇനി അതിലേക്ക് നമുക്ക് സാവധാനം ഒന്ന് കടന്നു ചെല്ലാം. 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ശക്തനായ വേറൊരു ദൂതൻ മേഘാവൃതനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ ശക്തനായ ഒരു ദൂതൻ്റെ വിവരണമാണ് ഇവിടെ അവതരിപ്പിക്കുക, സ്വർഗീയമായിട്ടുള്ള ആ ദൃശ്യം. ഇവിടെ ആ ദൂതനെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് വരുന്ന വിവരണങ്ങൾ, അവൻ്റെ ശിരസിന് മീതെ മഴവില്ല മുഖം സൂര്യനെ പോലെ അങ്ങ് തുടങ്ങിയ ആ വിവരണങ്ങൾ, അതൊക്കെ
ഒന്നാമത്തെ അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ചില സൂചനകളൊക്കെ തന്നെയാണ്. സൂര്യനെ പോലെയുള്ള മുഖം അവിടെയുണ്ട്. പിന്നെ അഗ്നിസ്തംഭങ്ങൾ പോലെയുള്ള പാദം അത് നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ സിംഹം ഗർജിക്കുന്ന പോലെയുള്ള ശബ്ദം, അത് പെരുവെള്ളത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൂതൻ ക്രിസ്തുവിനെയാണോ സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ ചിലർ ഒക്കെ പറയും ഈ ദൂതൻ അത് ക്രിസ്തുവിൻ്റെ രൂപം തന്നെയാണ്. പക്ഷേ ക്രിസ്തു ആകാനായിട്ട് സാധ്യതയില്ല. മിക്കവാറും നമുക്ക് പറയാം ഇത് ദൈവിക ശക്തിയുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ശക്തിയൊക്കെയുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശവുമായിട്ട് വരുന്ന ഒരു ദൂതൻ തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിലും മഹത്വത്തിലും പങ്കുചേർന്ന് അവിടുത്തെ സന്ദേശവുമായിട്ട് വരുന്ന ദൂതനായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ഈ ദൂതനെക്കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ദൂതൻ മേഘാവൃതനായി കടന്നു വരുന്നു. അപ്പോൾ എന്താ മേഘാവൃതനായി കടന്നു വരിക എന്ന് പറയുന്നത്? മേഘാവൃതന എന്നുള്ളതിനും നമുക്ക് പഴയ നിയമത്തിൽ അതിന് ഉള്ള ചില സൂചനകളിലേക്ക് ചെല്ലുമ്പോഴതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മേഘം പഴയ നിയമത്തിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. കൂടാരത്തിൽ ആ മേഘം വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ദൈവിക സാന്നിധ്യമുള്ളപ്പോൾ ആ പുരോഹിതരൊക്കെ പുറത്തേക്ക് പോയി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ 1 രാജാക്കന്മാർ 8-ാം അധ്യായം 10-ാമത്തെ വാക്യം, പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ മേഘം എന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തെ, കർത്താവിൻ്റെ തേജസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സീനായ് മലയിലെ ഉടമ്പടിയുടെ ആ രംഗവിവരണത്തിലും ഈ മേഘത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയെയും ഈ മേഘം സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇനി വരുന്നത് ദൈവക്രോധത്തിൻ്റെ സന്ദേശമല്ല. നമ്മൾ കാഹളങ്ങളുടെ സപ്തഗണത്തിൽ ദൈവക്രോധമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇവിടെ വരുന്നത് രക്ഷയുടെ സന്ദേശമാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ സന്ദേശമാണ് ഇവിടെ വരിക. ഇനി അത് തന്നെ നമ്മൾ തുടർന്നുള്ള വിവരണത്തിലും നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് ഈ ദൂതനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. അവൻ്റെ ശിരസ്സിനു മീതെ മഴവില്ല്. ശിരസ്സിനു മീതെ മഴവില്ല് അത് ഒരു പ്രതാപത്തിൻ്റെ, അധികാരത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് അത് കരുതപ്പെട്ടിരുന്നു. റോമൻ ചക്രവർത്തി സ്ഥാനമേൽക്കുമ്പോൾ തലയ്ക്ക് ചുറ്റും ഇതുപോലുള്ള ഒരു പ്രഭാവലയമുണ്ടായിരുന്നതായിട്ടൊക്കെ ചില രചനകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മഴവില്ല് ദൈവത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ഇനി ചിലർ പറയും ഇത് നോഹയുമായി ചെയ്ത ഉടമ്പടിയുടെ ഒരു സൂചനയും ആകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു രക്ഷയുടെ വാഗ്ദാനമാണ് നമ്മൾ കാണുക. ഇപ്പോൾ ദൈവ കരുണയുടെ വാഗ്ദാനമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ വരുന്നതെന്ന് പറയാം. അപ്പോൾ പഴയ നിയമ വാഗ്ദാനങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇനി ഇവിടെ വരുന്നത് എന്നാണ് ഈ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി തുടർന്ന് വരുന്ന വിവരണം, അവൻ്റെ മുഖം സൂര്യനെ പോലെ, അത് വീണ്ടും ദൈവിക തേജസ്സിനെ, മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനെ പോലെ അത് ദൈവിക മഹത്വം, ഗ്ലോറി, അതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകം തന്നെയാണ്. പിന്നെ അവൻ്റെ പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെ. അഗ്നിസ്തംഭങ്ങൾ അത് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ വിവരണത്തിൽ കണ്ടു തന്നെയാണ്. അവന് മനുഷ്യപുത്രനെ പോലെയുള്ളവന് പിച്ചള പോലെയുള്ള പാദങ്ങൾ ഉണ്ട് എന്നോട് കണ്ടു. ഇനി അവൻ സഭകളുടെ മധ്യേ നിൽക്കുന്നവനാണെന്നും കണ്ടു. 7 ദീപപീഠങ്ങൾക്കും മധ്യേ നിൽക്കുന്ന മനുഷ്യപുത്രനെ പോലുള്ള ഒരുവനെയാണ് അവിടെ വിവരിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആ സഭയുടെ ഇടയിലുണ്ട് എന്നത് ഇവിടെ വ്യക്തമാക്കുന്നു. ഇനി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അതിനും നമുക്കറിയാം പഴയ നിയമ ചില പശ്ചാത്തലവുമുണ്ട്. പഴയ നിയമത്തിൽ പുറപ്പാട് യാത്രയിൽ
മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ദൈവം അവരെ നിരന്തരം അനുഗമിച്ചിരുന്നു. രാത്രി അഗ്നിസ്തംഭമായിട്ട്, പകൽ മേഘത്തൂണായിട്ട് അവരെ അനുഗമിച്ചിരുന്നു. അപ്പോൾ മനുഷ്യചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അഗ്നിസ്തംഭം പോലുള്ള ആ ദൈവിക സാന്നിധ്യം, അതുപോലെ തന്നെ ആ ഉറച്ച ആ ഒരു സാന്നിധ്യം പാപപങ്കിലമായ മാനസിക തലത്തിലേക്ക് ഉദ്ധിതനിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത് ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് പറയാം. വേറൊരു വാക്യത്തിൽ പഴയ നിയമ ഉടമ്പടി പൂർത്തീകരിക്കുന്ന രക്ഷയേകുന്ന ദൈവിക സാന്നിധ്യമാണ് നമ്മൾ ഉദ്ധിതനായ ക്രിസ്തുവിൽ കാണുന്നത്. ആ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം, ആ രക്ഷയുടെ അനുഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള, ഉദ്ധിതനായ ക്രിസ്തുവിൽ നിന്നുള്ള സന്ദേശവുമായിട്ടാണ് ഇവിടെ ദൂതൻ വരുന്നത് എന്ന് പറയാം. ഇപ്പം നമ്മൾ ദൂതനെ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൈവം തൻ്റെ ദൂതനെ അയച്ച് യോഹന്നാൻ സന്ദേശം നൽകിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി 5-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലും ശക്തനായ ഒരു ദൂതനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൂതൻ എപ്പോഴും ദൈവത്തിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്ന ആ സന്ദേശവാഹകൻ തന്നെയാണ്. ഇനി ഈ ദൂതനെക്കുറിച്ച് വീണ്ടും പറയുന്നു. 2-ാമത്തെ വാക്യം, അവൻ്റെ കയ്യിൽ നിവർത്തിയ ഒരു ചുരുൾ ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിവർത്തിയ ഒരു ചുരുൾ ഉണ്ടായിരുന്നു. ആ ദൂതൻ്റെ കയ്യിലുള്ള ചുരുൾ. അപ്പോൾ ആ ചുരുളിനെ കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതലൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ചുരുൾ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ചുരുളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം അവിടെ കുഞ്ഞാടിൻ്റെ കയ്യിലിരിക്കുന്ന മുദ്രകൾ വെച്ച ചുരുളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചുരുൾ ഇവിടെ 10-ാം അധ്യായത്തിലെ ചുരുൾ 5-ാമത്തെ അധ്യായത്തിലെ ചുരുൾ തന്നെയാണോ? തീർച്ചയായിട്ടുമല്ല. കാരണം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ തന്നെ വ്യത്യാസമുണ്ട്. സിംഹാസനത്തിൻ്റെ കയ്യിൽ ഉള്ളത് ചുരുളാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ബിബ്ലോസ് എന്നാണ്. ഇവിടെയുള്ളത് ചെറിയ പുസ്തകമാണ്. അതിന് ഗ്രീക്കിലുള്ള പദം ബിബ്ലാരിഡിയോൺ. അപ്പോൾ പുസ്തകം, ചെറിയ പുസ്തകം. അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ചിലർ പറയും, എന്താണ് അപ്പോൾ ഈ 2 ചുരുളിൻ്റെയൊക്കെ അർത്ഥം? അപ്പോൾ ചിലർ പറയും, ഇത് 1-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെയുള്ളത് ആദ്യത്തെ ചുരുളിൻ്റെ ഉള്ളടക്കമാണെങ്കിൽ 2-ാമത്തേതിൻ്റെ ഉള്ളടക്കം 12 മുതൽ പിന്നെ 22-ാമത്തെ അധ്യായം വരെയുള്ള അധ്യായങ്ങളാണ് എന്ന് പറയുന്നു. പക്ഷേ അതാകാനായിട്ട് സാധ്യമല്ല. ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാം. ഇത് ചെറിയ ചുരുളെന്ന് പറയുമ്പോൾ ഇതിന് പരിമിതമായിട്ടുള്ള ഒരു അർത്ഥമാണ്, അല്ലെങ്കിൽ ഉള്ളടക്കമാണ് ഇതിന് ഉള്ളതെന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, ആദ്യത്തെ ചുരുൾ, വലിയ ചുരുൾ, 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ചുരുൾ, അത് കുഞ്ഞാടിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ കുഞ്ഞാടിൻ്റെ കയ്യിലുള്ള ആ ചുരുൾ, അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി തന്നെയാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ 1-ാമത്തെ ആ മുദ്ര തുറക്കുമ്പോൾ മുതൽ, 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ മുതൽ നമ്മൾ അതിനെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? 1-ാമത്തെ ആ മുദ്ര തുറക്കുമ്പോൾ നമ്മൾ ഒരു വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്ന കടന്നു വരുന്ന കാണുന്നു. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മൾ കണ്ടപ്പോൾ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അവൻ വിജയിച്ചുകൊണ്ടും വിജയിക്കാനേ മുന്നേറുന്നു നമ്മൾ കണ്ടപ്പോൾ. ആ വിജയത്തിലേക്ക് കുതിക്കുന്ന ആ ഉദ്ധിതനെയാണ് നമ്മളവിടെ കാണുക. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം പ്രപഞ്ചത്തിലുള്ള തിന്മകളെ വിലയിരുത്തേണ്ടത് എന്ന് നമ്മൾ 2, 3, 4 ആ മുദ്രകൾ തുറക്കുമ്പോഴുള്ള വിവരണത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വിവരിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ആ തിന്മകളൊക്കെ അത് തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനൊക്കെ കീഴടക്കുന്ന ഒരു ശക്തി, ഉദ്ധിതൻ്റെ ശക്തി അവിടെയുണ്ട് എന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ നാം അതിനെ കാണേണ്ടതുള്ളൂ എന്നവിടെ പറയുന്നു. അതായത് ഇവയ്ക്കൊക്കെ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ എന്ന് അത് ആ വിവരണങ്ങളിൽ തന്നെയുണ്ട്. ഉദാഹരണത്തിന് സമാധാനം എടുത്തു കളയാനായിട്ട് അനുവാദം നൽകപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിന് അധികാരം കൊടുക്കുന്നവരാണ്?
അത് ദൈവം തന്നെ. അപ്പോൾ പരിമിതമായിട്ടുള്ള ശക്തി. ഇനി അതിനുശേഷം നമ്മൾ കാണുന്നു ഈ ലോകത്തിൽ പീഡകളേറ്റ് അല്ലെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നുപോയി ജീവിതം സമർപ്പിച്ചവരെക്കുറിച്ച് 5-ാമത്തെ ആ മുദ്ര തുറന്നപ്പോൾ നമ്മൾ കാണുന്നു. ഇനി അവർ ചോദിക്കുന്ന ചോദ്യം എത്ര നാൾ കൂടി. ഇനി അവർക്ക് കൊടുക്കുന്ന ഉത്തരമുണ്ട്. എന്താണ്? ഒന്നാമത്തെ ഉത്തരം അവർക്ക് കൊടുക്കുന്ന ആ വെളുത്ത വസ്ത്രം തന്നെയാണ്. അതായത് ഈ കുഞ്ഞാടിനോട് വിശ്വസ്തത പുലർത്തി, ആ യേശുവിൻ്റെ സാക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ യേശുവിനോട് കൂടെ യേശുവിൻ്റെ ഉയർപ്പിൽ പങ്കുചേരുന്നു. ഇനി അവർ കാത്തിരിക്കണം. എത്ര നാൾ? ഇനി ദൈവിക പദ്ധതി അനുസരിച്ച് ഇനിയും ആ സാക്ഷ്യം വഹിച്ച് സാക്ഷ്യത്തിനായിട്ട് തങ്ങളുടെ ജീവൻ സമർപ്പിക്കേണ്ടവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ സാക്ഷ്യം പൂർത്തിയാകുന്നതുവരെ അവർ കാത്തിരിക്കണമെന്ന് പറയുന്നു. ഇനി അതിനുശേഷം അതിന് ഒരു സമാന്തരമായിട്ട് 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ കാണുന്നുണ്ട്. ഈ മുദ്ര തുറക്കുമ്പോൾ ഭൂവാസികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മൂടി അകലുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ തിന്മയ്ക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആർക്കാണ് നിൽക്കാൻ സാധിക്കുന്നത്? അത് 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ആ വാക്യത്തിന് അങ്ങനെയാണ്, ആർക്ക് നിൽക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ചോദ്യം. അപ്പോൾ അതിനുത്തരമായിട്ട് നമ്മൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച് 144,000 പേര് കുരുത്തോലകളും പിടിച്ച് നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ യേശുവിനോടുള്ള വിശ്വസ്തതയിൽ നിലനിന്ന് തങ്ങളുടെ ജീവിതം യേശുവിനോട് സമർപ്പിക്കുന്ന അവരാണ് അവസാനം നിൽക്കുക. അതായത് സിംഹാസനസ്ഥൻ്റെ മുന്നിൽ, കുഞ്ഞാടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവരാണ്. അപ്പോൾ ഈ ലോകചരിത്രത്തെക്കുറിച്ചുള്ള ആ ഒരു വിവരണമാണ് 1-ാമത്തെ ചുരുളിൽ, ആദ്യത്തെ ചുരുളിൽ നമ്മൾ കാണുന്നത്. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കാഹളങ്ങളുടെ വിവരണവും കണ്ടു. അപ്പോൾ കാഹളങ്ങളുടെ വിവരണത്തിലേക്ക് വരുമ്പോഴെന്താ കാണുന്നത്? ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമെന്നോണം ഈ തിന്മകളുടെ ശക്തിക്കെതിരെ ദൈവം ഇടപെടുന്നതാണ് അവിടെ വിവരിക്കുന്നത്. ഇനി ദൈവം ഇവയ്ക്കെതിരെ ഇടപെടുന്ന എപ്രകാരമാണ്? ഈ തിന്മകളുടെ സംവിധാനത്തിൽ കൂടി തന്നെയാണ്. അതായത് ഈ തിന്മകളുടെ സംവിധാനങ്ങൾ തന്നെ ഈ ഭൂവാസികൾക്കെതിരെ തിരിയുന്നു, അവർ നാശമടയുന്നതായിട്ട് വിവരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം നമ്മൾ ഒരു സന്നിഗ്ധാവസ്ഥയിൽ എത്തുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. എന്താണത്? ഇത്രയും ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടും ഈ ഭൂവാസികൾ അനുദപിക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഈ ഭൂവാസികൾ അനുദപിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരൊക്കെ പൂർണ്ണമായിട്ടും നാശമടയും എന്നതാണോ? അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അനുദപിക്കാത്തവരുടെ ഭാവി എന്താണ്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി തുടർന്നുള്ള ആ ചെറിയ ചുരുളിൽ നമ്മൾ കാണുക. അപ്പോൾ ചെറിയ ചുരുളിൻ്റെ ആ ഒരു അർത്ഥം, അതിൻ്റെ സാങ്കത്യം നമ്മൾ തിരിച്ചറിയുന്നത് ഈ വലിയ ഇതുവരെയും തുറന്നു വയ്ക്കപ്പെടുന്ന ആ വലിയൊരു ചുരുളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇനി ഈ ചെറിയ ചുരുൾ എന്താണ്? വലിയ ചുരുൾ ഈ ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള ആ ഒരു വിവരണമാണെങ്കിൽ ചെറിയ ചുരുൾ എന്ന് പറയുന്നത് അത് ആരാധനാ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം തന്നെ വ്യത്യാസമാണ്. ആദ്യത്തേത് ദൈവിക പദ്ധതി അത് അനാവരണം ചെയ്യുന്നു. ഇനി ചെറിയ ചുരുൾ എന്ന് പറയുന്നത് അത് ആരാധന സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവജനം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? എല്ലാവരെയും രക്ഷിക്കണമെന്നാണ്. എല്ലാവരും രക്ഷ നേടണം. അപ്പോൾ ആ രക്ഷ നേടണമെങ്കിൽ ആരാണ് അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത്? അത് ദൈവജനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തിൽ പങ്കുചേരാനായിട്ടുള്ള വിളിയാണ് ചെറിയ ചുരുളിൽ നമ്മൾ കാണുന്നത്. അത് എപ്രകാരമാണ് പങ്കുചേരുന്നതെന്ന് പിന്നീടുള്ള വിവരണത്തിൽ നമ്മൾ കാണും. അപ്പോൾ അത് 11-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് സാക്ഷ്യം നൽകുന്ന വഴിയായിട്ടാണ്. അപ്പോൾ സാക്ഷ്യം നൽകുന്ന വഴി മാത്രമേ ഈ ഭൂവാസികളെല്ലാം ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 10-ാമത്തെ അധ്യായത്തിലെ ചെറിയ ചുരുളിൻ്റെ സാങ്കത്യം എന്ന് പറഞ്ഞാൽ 9-ാമത്തെ അധ്യായത്തിലുള്ള ആ വലിയൊരു ഡിലേമ, ആ ഒരു വലിയൊരു സംഘർഷാവസ്ഥ, അതായത് ഭൂവാസികൾ അനുദപിക്കുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. അപ്പോൾ അവരെപ്രകാരം ദൈവിക പദ്ധതിയിൽ രക്ഷയിലേക്ക് വരും,
എന്നതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇവിടെ 10-ാമത്തെ അധ്യായത്തിൽ ചെറിയ ചുരുൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വലിയ ചുരുൾ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ രഹസ്യവും, ചെറിയ ചുരുൾ ഈ പദ്ധതിയുടെ ഭാഗമായി ദൈവജനം ചെയ്യേണ്ട കാര്യവും വ്യക്തമാക്കുന്നു എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയ ചുരുൾ എന്ന് പറയുന്നത് ആരാധന സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ചെയ്യേണ്ട ആ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കമായിട്ട് ഉള്ളത്. ഇനി ഈ ദൂതനെക്കുറിച്ച് പറയുന്നു, അവൻ്റെ കയ്യിൽ നിവർത്തിയ ചെറിയ ഒരു ചുരുളുണ്ടായിരുന്നു. അവൻ വലങ്കാൽ കടലിലും ഇടങ്കാൽ കരയിലും ഉറപ്പിച്ചു. അപ്പോൾ ഈ ദൂതനെക്കുറിച്ചുള്ള വിവരണം, അപ്പോൾ അവൻ കടലിലും കരയിലും കാൽ ഉറപ്പിച്ചു. അപ്പോൾ കരയിലും കടലിലും കാൽ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കുക? അപ്പോൾ കരയുടെയും കടലിൻ്റെയും മേലുള്ള അധികാരമാണെന്നൊക്കെ അറിയാം. ഇനി ഈ കരയിൽ നിന്ന് വരുന്ന മൃഗത്തെക്കുറിച്ചും അതുപോലെ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ചും നമ്മൾ വെളിപാടിൽ പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കരയുടെയും കടലിൻ്റെയും മേലുള്ള അധികാരമെന്ന് പറയുമ്പോൾ ഈ തിന്മയുടെ ശക്തികളുടെ മേലുള്ള അധികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആ തിന്മകളെ മുഴുവൻ അധീനത്തിലാക്കുന്ന ആ ഒരു ശക്തിയാണ് ഇവിടെ നമുക്ക് കാണുക. ഇനി ഇതിനൊക്കെ വേറൊരു വ്യാഖ്യാനം കൊടുക്കുവാനായിട്ട് സാധിക്കും. കരയിലും കടലും കാൽ ചവിട്ടി നിൽക്കുകയെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ള, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമാണ് ഇതിലുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത്, ആദ്യ ഭാഗത്ത് ഈ കാഹളങ്ങളുടെ വിവരണങ്ങൾക്ക് ശേഷം വരുന്ന ആ വിവരണം, ചെറിയ ചുരുളിൻ്റെ വിവരണം, അത് ആരാധന സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആരാധന സമൂഹം എപ്രകാരമാണ് ദൈവിക പദ്ധതിയിൽ പങ്കുചേരുന്നത് എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇത് വെളിപാടിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. കാരണം നമുക്കറിയാം, വെളിപാട് ഗ്രന്ഥം എന്ന് പറയുന്നത് ആരാധന സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. പലപ്പോഴും നമ്മൾ വെളിപാട് ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്ന എപ്രകാരമാണ്? ഇത് ലോകാവസാനത്തെ സംബന്ധിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകാവസാനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ കാഹളങ്ങളുടെ ആ വിവരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് അതിനൊക്കെ വേണമെങ്കിൽ ലോകാവസാനത്തിൻ്റെ വിവരണങ്ങളായിട്ട് നമുക്കൊക്കെ എടുക്കാം. അപ്പോൾ അവിടെ വിവരിക്കുന്ന കുതിരകളിലെ തീയും ഗന്ധവുമൊക്കെ വമിപ്പിക്കുന്ന ആ മൃഗങ്ങളുടെ വിവരണത്തെയെല്ലാം എടുത്തിട്ട് ചിലരൊക്കെ ഇന്ന് യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന പീരങ്കിയോടൊക്കെ അതിനെ ഉപമിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഒക്കെ നമ്മൾ ഇതിനൊക്കെ ലോകാവസാനത്തിൻ്റെ വിവരണങ്ങളായിട്ടാണ് കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക, പലരും ഇഷ്ടപ്പെടുക. പക്ഷേ ഇത് ലോകാവസാനത്തെക്കുറിച്ചുള്ള വിവരണമല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇത് ആരാധന സമൂഹത്തിനുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ ഈ വിവരണങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത് നമ്മുടെ തന്നെ ഉള്ളിലേക്കാണ്, നമ്മുടെ തന്നെ മനോഭാവങ്ങളിലേക്കാണ്. എന്താണ് ഈ ലോകത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ? ഇനി രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് സർവ്വ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. തീർച്ചയായിട്ടും ഇവിടെ 2 വിഭാഗങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തോട് കൂടെ നിൽക്കുന്നവർ, ദൈവത്തിനെതിരെ നിൽക്കുന്നവർ, മൃഗത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, യഥാർത്ഥ ആരാധകർ, വ്യാജ ആരാധകർ. അപ്പോൾ ഈ 2 ഗണങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ആ വ്യാജ ആരാധകരെ ഉന്മൂലനം ചെയ്യുന്ന വിവരങ്ങളിലൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലക്ഷ്യമെന്താണ്? ഈ ആരാധന സമൂഹം അവരൊക്കെ ഭൂവാസികൾ പിഞ്ചെല്ലുന്ന വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്. അവരൊക്കെ താങ്ങി നിർത്തുന്ന ആ സംവിധാനങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സംവിധാനങ്ങൾ, അത് ഇവർ സ്വീകരിക്കരുത്. അവരൊക്കെ പറയുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകരുത് എന്ന് ആരാധന സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ആരാധന സമൂഹത്തിന് ഉള്ള ഒരു വലിയ ദൗത്യം എന്താണ്? തങ്ങൾ രക്ഷപ്പെടുന്ന പോലെ തന്നെ
ഈ ഭൂവാസികളെയും ഈ രക്ഷയിലേക്ക് അവർ കൊണ്ടുവരുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കുമുള്ള വലിയൊരു ദൗത്യമാണ് ഇത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആരാധന സമൂഹവും പങ്കുചെയ്യുന്നു. ഇപ്പോൾ വെളിപാടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ആരാധന സമൂഹം എന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ പങ്കുചേരുന്നവരാണ്. അപ്പോൾ അവർ പങ്കുചേരുന്ന എപ്രകാരമാണ്? ദൈവവചനത്തെ പിൻചെല്ലുന്ന വഴിയായിട്ട്, യേശുവിൻ്റെ സാക്ഷ്യം പാലിക്കുന്ന വഴിയായിട്ട്. അപ്പോൾ ആരാധന സമൂഹത്തിനുള്ള ആ വലിയൊരു സന്ദേശം അത് നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സന്ദേശം തന്നെയാണ്. കേൾവിക്കാരെ നമുക്ക് വേണ്ടിയുള്ള സന്ദേശം തന്നെയാണ്. ഈ ലോകത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ, ആ തിന്മകൾ പിന്നാലെ പോകുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് തന്നെയാണ്. എപ്രകാരം? നാം നൽകുന്ന സാക്ഷ്യം വഴിയായിട്ട്. ആ സാക്ഷ്യം നൽകുവാനായിട്ട്, അതിനുവേണ്ടി തയ്യാറാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ഏവർക്കും വണക്കം.